ലൈക്ക് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ജെൻസി എറയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ്. എല്ലാവർക്കും അതായത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്രേമത്തിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലും മാത്രമാണ് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് വരണേ എന്നുള്ളത്. വേറെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിന്റെ ബേസ് ചെയ്തുള്ള കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ആണ്. അപ്പൊ അത് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. മീൻസ് സോഷ്യലൈസിങ് കൂടിയുണ്ട്, കുറെ ഡിഫറെന്റ് മീൻസ് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു ബെറ്റർ ആയിട്ടുള്ള കിട്ടും എന്നുള്ള ഒരു സ്ഥലത്ത് ഉറച്ചിക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രശ്നം. ഇപ്പൊ ഒരു സാധനം നല്ലതെന്ന് കണ്ടാല് അതിലുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ട് അത് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഇതിന് നല്ല ഇതൊന്നും ഇല്ലാത്ത നല്ല ആൾക്കാരെ കിട്ടുന്ന വരും എന്നുള്ള പ്രതീക്ഷ മാത്രമേ അതിനുള്ള ഓപ്ഷൻസും ചാൻസുകളും ഓപ്പർച്യൂണിറ്റീസും കൂടുതലായതുകൊണ്ട് മീൻസ് സോഷ്യൽ മീഡിയ വഴിയായാലും മീൻസ് റാൻഡം ആയിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ വരെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ രീതിയിലായതുകൊണ്ടാണ്. അതായത് നമ്മളിപ്പം ലൈക്ക് നമ്മുടെ ഒരു നെറ്റ്വർക്ക് കൂടി വരാണ്. അതായത് ഓരോ ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരാളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേനും ആൾക്കാർക്ക് ഇപ്പൊ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണില്ല. ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം ഭയങ്കര ഓപ്പൺ ആണ് അതായത് മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു മൈൻഡ് ഇപ്പൊ മാറിയിട്ട് എല്ലാവരും ഇപ്പൊ ഒരു ഓപ്പൺ മൈൻഡഡ് ആണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കണക്റ്റഡ് ആകാൻ ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് അതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതായത് വലിയൊരു നെറ്റ്വർക്ക് തുറന്നു കിട്ടുമ്പോൾ ഓരോരുത്തരുടെയും ഉണ്ടാവണ നല്ല ക്വാളിറ്റീസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുകയാണ് ഓരോരുത്തരുടെ. അങ്ങനെ വരുമ്പോഴാണ് അതായത് പ്രസന്റ്ലി നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് വരാൻ കാരണം നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടു തുടങ്ങുമ്പോഴും അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിലും ചില ആൾക്കാരുണ്ട്, അതിലും അതായത് നമ്മുടെ കൂടെയുള്ള ആളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോണ ആൾക്കാരുണ്ട്. കുറവാണ് ആൾക്കാര് ഉള്ളതെന്നുള്ളത്. കാരണം ഒരു ലോയൽറ്റി എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് കുറഞ്ഞവരാണ്. പിന്നെ അതിനെ ഇതാക്കാൻ വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓരോ പുതിയ റിലേഷൻഷിപ്പ് ടൈപ്പുകൾ ഉണ്ടാക്കി വരുന്നത്. ലൈക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ആണ് ശരിക്കും പ്രശ്നം. കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരാളിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റണില്ല. പക്ഷെ അതിനായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറെ പേരുകളിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പേര് സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ്, ഫ്ലർട്ടേഷൻഷിപ്പ്, എന്തൊക്കെ ഷിപ്പുകളാണ്. ഞാൻ ഇന്ന സ്ഥലത്തായതുകൊണ്ട് എറണാകുളത്ത് വരുമ്പോ ഒരാള്, പിന്നെ കോഴിക്കോട് പോയ വേറെ അതാണ് അവസ്ഥ. മനസ്സിലായോ? ചില ആൾക്കാരുടെ നമ്മുടെ ചുറ്റും തന്നെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് നമ്മള് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുള്ള ഓരോ ഇതിൽ പെടും. ഇങ്ങനത്തെ ഒപ്പിച്ച് വെക്കുമ്പോ അവരെ സാറിന് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പുതിയ ഷിപ്പുകൾ ഉണ്ടായത്. അവരോട് ഞാൻ ഇന്ന ഷിപ്പിലാണ് ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ. ഒരു പ്രശ്നം വന്നു, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോ എടാ നീ പറയുമ്പോ എനിക്ക് ട്രോമ ആയിട്ടാ തോന്നണേ, അല്ലെങ്കിൽ നീ പറയണ കാര്യങ്ങളൊക്കെ എനിക്ക് പണ്ടത്തെ ഒരാളായിട്ട് കമ്പയർ ചെയ്ത് തുടങ്ങണേ. അതായത് കാരണങ്ങൾ കണ്ടെത്താൻ ഭയങ്കര എളുപ്പമായി തുടങ്ങിയ ആൾക്കാർക്ക്. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് ശരിയാക്കി ഫിക്സ് ചെയ്ത് നിൽക്കാനുള്ള ഇത് കുറവാണ്. ലൈക്ക് അയ്യോ ശരിയായില്ല, എന്തെങ്കിലും സംഭവിച്ചു ശരിയായില്ല പോട്ടെ. ഈഗോന്റെ ലെവലും ഭയങ്കര ഹൈ ആണ് ചില ആൾക്കാരുടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റണില്ല. പണ്ടത്തെ ആൾക്കാരിനെക്കാട്ടും പുതിയ ജനറേഷൻ ഈഗോ ലെവൽ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാപ്പ് അല്ലെ സോറി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർക്ക്. എടാ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ത് പറഞ്ഞാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും എപ്പോഴും ബാക്കിയുള്ളവരുടെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ ബംബിള്, ടിൻഡർ, ഹിഞ്ച് ഇങ്ങനത്തെ ആപ്പുകളൊക്കെ കാരണം പിന്നെ ലൈക്ക് ഓരോ ദിവസം ഇഷ്ടം പോലെ പുതിയ ഓപ്ഷൻസ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇന്ന് വേണ്ട എന്തിനാണ് ഇപ്പം പുതിയ ആളെ കിട്ടും, ഇന്ന് വേണമെങ്കിൽ 5 ആളെ കിട്ടും എന്നുള്ളൊരു സാധനം. പിന്നെ ഒരാളുടെ ഉറച്ചൊക്കെ മനസ്സിലായി അവര് ആ ക്വാളിറ്റീസ് അവര് കണക്ഷൻ കിട്ടണമെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്നാളെ ക്വാളിറ്റീസ് ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ ടൈം എടുക്കുമല്ലോ. കാര്യങ്ങള് കേട്ട് വരുമ്പോ നമുക്ക് തോന്നും മറ്റേ ഹാഷിർ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അല്ല ആർക്കും മനസ്സിലാക്കി. ഇപ്പോൾ ഒരാളെ പറ്റി നമ്മുടെ പാർട്ട്ണറെ പറ്റി മോശം കേട്ട് മനസ്സിലാക്കുക, പാർട്ട്ണറുടെ സംസാരിച്ചത് ചോദിക്കാണ്ട് നേരെ അത് വിശ്വസിച്ച് അത് അങ്ങോട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് പോകാൻ നിൽക്കുക. അതാണ് മിക്ക കൂടുതലും മൈൻഡ് സെറ്റും. അല്ലാണ്ട് സംസാരിച്ച് അതിന് ആദ്യം ഒരു വിശ്വാസം. പ്രത്യേകിച്ച് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി അതായത് ഇപ്പൊ രണ്ടുപേര് ഇതെടുക്കാണ്, അതില് മറ്റാള് വെയിറ്റ് ചെയ്ത് നിൽക്കാവോ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിട്ട്. അതാണ് സംഭവം. ഒരാളൊരു സംഭവം പറയുന്നു, അപ്പത്തേനും ബ്രേക്കപ്പ് അടിക്കുന്നു, അതുകൊണ്ട് കഴിഞ്ഞു. അത് സത്യം പറഞ്ഞ സംഭവം ഈ പുള്ളിക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്.
അല്ലെങ്കിൽ നമുക്ക് ജീവനായിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വീണ്ടും പോയി സംസാരിച്ച് എന്താണ് കാര്യം അവരുടെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമിക്കുക. പക്ഷെ ഇത് എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി നോക്കി എവിടെ ഉറച്ചു നിൽക്കാൻ പറ്റണില്ല. അതാണ് അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ചിലപ്പോൾ മിക്സഡ് കമ്മിറ്റ്മെന്റ്സ് ആയിരിക്കും. എല്ലാവരോടും കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഒരാളോട് മാത്രം കമ്മിറ്റ്മെന്റ് ഇടാൻ പറ്റില്ലല്ലോ. ആരോടും കമ്മിറ്റ് ചെയ്യാത്ത പ്രശ്നമാണ്, എല്ലാവരുടെ അടുത്തും കമ്മിറ്റ് ചെയ്യുന്ന പ്രശ്നമാണ്.